കണ്ടില്ലേ നമ്മുടെ ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലെ ടയർ ഈ എയർ പ്രഷർ ഭയങ്കരമായിട്ട് ലോ ആണ്. ചെറിയ പഞ്ചറായിരിക്കാം ചിലപ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് എയർ അടിച്ച് നോക്കിയാൽ അറിയാം. അപ്പോൾ ഈ ട്രക്കിൽ നമ്മളെങ്ങനെയാണ് സെൽഫായിട്ട് എയർ അടിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. ടയർ പ്രഷറിലാണ് എയർ കയറ്റുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഇത് വേണ്ടിയത് ഈ ഒരു കേബിൾ വഴിയായിട്ട് നമുക്കൊന്ന് എയർ അടിക്കാൻ പോകുന്നത്. കേബിൾ നമുക്ക് കണക്ട് ചെയ്യുന്ന ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് വേണ്ട, ഇവിടെ എയർ ടാങ്കിൽ നമ്മൾ കൊടുത്തിട്ട് ഇത് നമുക്കിവിടെ കണക്ട് ചെയ്യാം. ഇനി എന്നെ വേണ്ട കേട്ടോ, ഇനി ഇങ്ങോട്ട് മതിട്ടാണ് എന്നെ വേണ്ട. ഇവിടെ ഇവിടെ നമ്മൾ ഇതിനൊരു സൈഡ് നമുക്ക് ഇവിടെ ത്രെഡ് ഉണ്ട്. ഈ ത്രെഡ് വഴി നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ടോ. ഇത് ഫുൾ ടൈറ്റ് ആയിട്ട് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കഴിയും. പിന്നെ നമുക്ക് സിമ്പിൾ ജസ്റ്റ് ക്ലിപ്പ് പ്രസ് ചെയ്ത് ടയർ കയറും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് വേണ്ടത് ചെയ്യാം, കാരണം സ്റ്റാർട്ടിങ്ങിലാണ് നമുക്ക് എയർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ എയർ അടിച്ച് നോക്കുക. എന്നിട്ടും എയർ നിൽക്കുന്നില്ലാന്നുണ്ടെങ്കിൽ പഞ്ചറായിരിക്കും. അപ്പോൾ ഒന്നിരി നമ്മൾ സർവീസിന് വിളിക്കേണ്ടി വരും. കണ്ട ഇതിലിപ്പോൾ 60ൻ്റെ അടുത്തായിട്ടുള്ളൂ. ഇതിൽ 40 ഉണ്ടായുള്ളൂ. ഇപ്പോൾ നമ്മൾ കുറച്ചടിച്ചു, പക്ഷേ ഇനിയും കിടക്കുക നമുക്ക് അടിക്കാനുണ്ടോ. ഇതിലൊരു 140 ഒക്കെ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 130. ഇപ്പോൾ നമ്മൾ എയർ അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരുന്നു എയർ ഭയങ്കരമായിട്ട് ലോ ആയി കിടന്നിരുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ റൈറ്റ് സൈഡും കീപ്പ് ചെയ്തിട്ടുണ്ട്. എയർ പ്രഷർ നമ്മൾ സെയിം അളവിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് ചെക്ക് ചെയ്താൽ അറിയാം നമുക്ക് ഇതിന് സൂചി പഞ്ചറാണ്. നമ്മുടെ നോട്ടത്തിൽ നമുക്ക് ഇവിടെ ഒന്നും കാണാനില്ല, ഒരു ആണിയോ മറ്റോ കയറിയതായിട്ടൊന്നും നമുക്ക് കാണുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം.